ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിന്നിവിടെ ചെമ്മീൻ വെച്ചിട്ടൊരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതിനായിട്ട് ഞാൻ ചെമ്മീൻ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ തൊണ്ടെല്ലാം പൊളിച്ച് കളഞ്ഞ് നടുക്കുള്ള ആ ഒരു ഞരമ്പുണ്ടല്ലോ, അതൊരു ഈർക്കിൾ വെച്ചിട്ട് കുത്തിയെടുക്കുന്നുണ്ട് കേട്ടോ, വലിച്ചെടുക്കാം. ഇത് കുറച്ച് പഴയ മീനായിരുന്നു, പഴയതെന്നല്ല വണ്ടിക്കാരുടെ ഇടയിൽ നിന്ന് മേടിച്ചായിരുന്നു. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു പഴക്കമുണ്ടെന്ന് തോന്നുന്നു, ഐസ് ഇടാത്ത കാരണം. അപ്പോൾ അത് കാരണം എനിക്കത് വലിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു പെട്ടെന്ന്. പക്ഷേ എന്നാലും എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, തൊണ്ടാണ് കൂടുതലും കിട്ടിയേക്കണത്. എന്തായാലും കഴുകി എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് വേറൊരു ഫില്ലിങ്, ഇത് ഫില്ല് ചെയ്യാനായിട്ട് ഒരു മാവ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ 1 കപ്പ് മൈദയും അതിനകത്തേക്ക് 1/2 സ്പൂണ് ഉപ്പും 1/4 സ്പൂൺ മുളക് പൊടിയും കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട്, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി നോക്കിയിട്ട് ആവശ്യം വരികയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം. പക്ഷേ എനിക്ക് അത്ര ആവശ്യം വന്നില്ല, ഞാനത് കുഴച്ച് ഇങ്ങനെ സോഫ്റ്റാക്കി എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. നന്നായിട്ട് കുഴച്ച് സോഫ്റ്റാക്കി വെച്ചിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ചെമ്മീൻ എടുത്തിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഓരോന്നായിട്ട് വറുത്തെടുത്തിട്ട് പിന്നെ മാറ്റി വയ്ക്കണം. എന്നിട്ട് ഈ വറുത്തെടുത്ത് ചെമ്മീൻ റോസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കണം ആദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് സവാള എടുക്കുന്നുണ്ട്. ഒരു തക്കാളിയുടെ ഉള്ളിലുള്ള സീഡ്സ് എല്ലാം കളഞ്ഞതിന് ശേഷം തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞും വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ ചെമ്മീൻ ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് സവാള കട്ട് ചെയ്ത് വെച്ചത് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് പയ്യെ ഇളക്കി വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇടയ്ക്കൊന്ന് മൂടി വയ്ക്കുന്നത് നല്ലതാണ്. ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. സവാള വഴന്നു വന്നതിന് ശേഷം തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ബാക്കിയുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പം ഒന്ന് മൂടി വെച്ചിട്ട് വഴന്നു വന്നതിന് ശേഷമാണ് ബാക്കി മസാലകൾ ചേർക്കുന്നത്. അപ്പോൾ അതൊന്ന് മൂടി വയ്ക്കുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് ഈ സവാളയ്ക്ക് ഇത്രയും മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/4 സ്പൂൺ ഉപ്പ്, പിന്നെ 1/4 സ്പൂൺ മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ 1/4 സ്പൂണ് ഗരം മസാലയും കൂടെ, കുറച്ച് മസാലകൾ ചേർത്താൽ മതി, കാരണം ചെമ്മീൻ കുറച്ചേ ഉള്ളൂ. അപ്പം മസാലയും കുറച്ചെടുത്താൽ മതി. അപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ആ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനില്ലേ, അതും കൂടി ഇട്ടിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കണം കേട്ടോ. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കണം, ഒന്ന് തണുക്കുന്നവരെ ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. ഇനി നേരത്തെ എടുത്ത് വെച്ച മാവില്ലേ, അത് ഞാനിങ്ങനെ ചെറിയ ബോൾസ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു നെല്ലിക്കയുടെ ഒക്കെ വലിയ നെല്ലിക്കല്ലേ, ആ ഒരു വലുപ്പത്തിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് ഓരോന്നെടുത്തിട്ട് ഈ പത്തിരി പ്രസ്സിലിട്ട് എണ്ണ ഇച്ചിരി തൂവിയിട്ട് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഈ പ്രസ് അത്രയും അങ്ങോട്ട് പരന്ന് വരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ മറിച്ചിട്ടിട്ട് 2 പ്രാവശ്യമായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് ഈ ഫില്ലിങ്സ് ഇട്ടിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അറ്റങ്ങൾ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കണം കേട്ടോ. അങ്ങനെ ഓരോന്ന് ഞാൻ നന്നായിട്ട് പ്രസ് ചെയ്ത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അടുത്തത് പ്രസ് ചെയ്ത് വെച്ചിട്ട്, ഈ മൈദപ്പൊടി ആയത് കാരണം ഈ പ്രസ്സും കൂടെ ഒന്ന് അത്ര നല്ലതല്ല, അത് കാരണം ഒന്ന് പരന്ന് വരാൻ ഇച്ചിരി കഷ്ടപ്പാടുണ്ട്. ഒന്ന് സ്ട്രെയിൻ ചെയ്യണം, പ്രസ് ചെയ്യണം നന്നായിട്ട്. ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് ഫില്ല് ചെയ്തു. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടാവുന്ന സമയത്ത് ഓയിൽ ഒഴിക്കണം കേട്ടോ. ഞാൻ പാം ഓയിലാണ് ഒഴിച്ചേക്കണത്. ആ ഓയിൽ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഓരോന്നിട്ടിട്ട് ഇതൊന്ന് 2 സൈഡും ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഫസ്റ്റ് ഇടുന്ന സമയത്ത് ഒന്നേ ഇടാറുള്ളൂ, കാരണം ഫ്ലോപ്പായി പോയാലും എണ്ണ ചൂടായില്ലെങ്കിലോ എന്നൊക്കെ ഓർത്തിട്ട് ഒന്നിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പം രണ്ടാമത്തേതാ അത് കോരിയെടുത്തിട്ട് 3 വെച്ചിട്ടിട്ടുണ്ട് കേട്ടോ. 2 സൈഡും മറിച്ചിട്ടിട്ട് ഒരു ഗോൾഡൻ കളറ് വരുന്ന സമയത്തൊന്ന് എടുത്ത് മാറ്റിയാൽ മതി. മാവ് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച കാരണം നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് അത്രയും കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല, നന്നായിട്ട് പിന്നെ പൊങ്ങി അങ്ങനെ നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് വട ശരിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാൾ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും ആയിരുന്നു. ചെമ്മീൻ വെച്ചുണ്ടാക്കുന്നതല്ലേ, ചെമ്മീൻ എന്ത് കാണിച്ചാലും നമുക്ക് ഭയങ്കര ടേസ്റ്റ് അല്ലേ, ഇഷ്ടമല്ലേ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.